എന്താണ് സെൽഫ് ലവ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിനോടൊപ്പം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. ഞാൻ അത്ര പോരാ. ആ ഞാൻ ഇപ്പൊ എന്റെ മെന്റർഷിപ്പ് സ്റ്റുഡൻസ് അല്ലാതെ എല്ലാ ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നില്ല, ചിന്തിക്കാത്ത അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ ചോദിക്കാം, ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്താൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കൊരു ബഹുമാനം കിട്ടുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലാണ് ഈ ഒരു സെഷൻ ആക്ച്വലി കാണേണ്ടത്. ഹലോ മാം. യെസ്. ഞാൻ ഷീബയാണ്. ആ മാം പറഞ്ഞ മാതിരി അതൊക്കെയായിരുന്നു എൻ്റെ ഒരു തോട്ട്. സെൽഫ് ലവ്, ഇങ്ങനെ എന്നെ ആരും ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു തരുന്നില്ല എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ മെന്റർഷിപ്പിൽ വന്നതോടുകൂടി എൻ്റെ അതൊക്കെ മാറി. എനിക്ക് മനസ്സിലായി എൻ്റെ ബൗണ്ടറീസ് എവിടെയാണ്, നോ എവിടെ പറയണം എന്നുള്ളതൊക്കെ മനസ്സിലായി. അതാണ് സെൽഫ് ലവ് എന്നുള്ളത് മനസ്സിലായി. അല്ലാണ്ട് എനിക്കിപ്പോ കുറെ സംഭവങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ എന്താ പറയാ, അത് അതൊന്നല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എടുത്തു. ഞാൻ എവിടെ നോ പറയണം, എവിടെ എൻ്റെ ബൗണ്ടറീസ് വെക്കണം, ആര് ആയിട്ടുള്ളത് നമ്മള് എന്താ പറയാ, നമ്മളുടെ ഒരു സർക്കിൾ ആരൊക്കെ ആയിട്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോ ശരിക്കും ഒരു നമ്മളുടെ ഒരു ഫ്രീഡത്തിലേക്ക് എത്തി എന്ന് പറയാം. മനസ്സുകൊണ്ടുള്ളത് അത്രയും ഒരു ഇതാണ് മെന്റർഷിപ്പിൽ നിന്ന് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം. താങ്ക് യു സോ മച്ച്. അത് വലിയ സന്തോഷം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ശിവം ഇങ്ങനെ ഉറക്കം പറയുന്നത് വളരെ റയറായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെയാണ് പറയുന്നത്. സെൽഫ് ഇന്ന് ലവ് അത്ര എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാന്ന് ശരിക്കും മനസ്സിലാക്കി. ഗ്രേറ്റ്. നമ്മളിലുള്ള പ്രാധാന്യം. അതെ. സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. യെസ്. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ സെൽഫ് ടോക്ക് നമ്മൾ വരുന്നതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു സിഗ്നലാണ്, ഒരു റെഡ് സിഗ്നലാണ്. നമ്മൾ പറയത്തില്ല, വേറെ ആൾ നമ്മളുടെ അടുത്ത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റെഡ് സിഗ്നൽ, അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. റെഡ് സിഗ്നൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ റെഡ് സിഗ്നൽ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. ആ റെഡ് സിഗ്നൽ മാറ്റേണ്ട ഉത്തരവാദിത്തം അതേഴ്സിനല്ല, നമ്മൾക്ക് തന്നെയാണ് ആ ഉത്തരവാദിത്തം മാറ്റേണ്ട ഉത്തരവാദിത്തം ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും ഈ ഒരു സെഷൻ കാണുന്നത്, ചിലപ്പോൾ ഞാൻ ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ടാവും, ആ സെഷൻസ് കാണുന്നവര് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, എന്താണ് സെൽഫ് ലവ്? പല ആളുകൾക്കും ഇതിന്റെ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെൽഫ് ലവ് ആണോ സെൽഫിഷ്നെസ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് സാക്രിഫൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, നമ്മളെ കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും ഇങ്ങനെ സെർവ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള കാര്യങ്ങളെന്നാണ്. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ്, എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ആ അടിസ്ഥാനം നമ്മളെ താഴെ നിന്ന് ഇങ്ങനെ താന്നു പോകുന്നത് മനസ്സിലാവുമ്പോഴാണ് എന്തോ എവിടേക്കോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ആദ്യം പിടിച്ചു കയറ്റേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു റൂമില് ഒരു നമ്മള് പിന്നെ ഓക്സിജൻ നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓക്സിജൻ മാസ്ക് നമ്മൾ എടുത്ത് വെക്കണം, അല്ലെ? വെച്ചാലാണല്ലോ നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഓക്സിജൻ മാസ്ക് വെക്കാതെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കുമ്പോഴത്തേക്ക്, നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുമ്പോഴത്തേക്ക്, നമുക്ക് മറ്റുള്ളവരെയും കരുതാനും സ്നേഹിക്കാനുള്ള ഒരു സ്ട്രെങ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഒരു ന്യൂ ഐഡന്റിറ്റിയിലേക്ക് നമുക്ക്
പോകാൻ പറ്റും. അപ്പൊ ഈ ന്യൂ ഐഡന്റിറ്റിയിലൊക്കെ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് പെട്ടെന്നൊന്നും ഷിഫ്റ്റ് നടക്കത്തില്ല. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടന്നാൽ മാത്രം ഒരുപാട് ഹീലിങ്ങും ഒക്കെ നടക്കുമ്പോഴാണ് അതിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഇത് മനസ്സിലാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സിങ് ചെയ്യണം, അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ ടൈം നമ്മുടെ മനസ്സിൽ എന്താ ചിന്തയിലായിരിക്കും പോകുന്നത്. ഫുൾ ടൈം ജീവിക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവയർനെസ് ഉണ്ടാവണം, അല്ലെ? എന്താണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള അവയർനെസ് എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പം ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി പറയാം. അവള് പെൺകുട്ടിയായാലും ആൺകുട്ടിയാണെങ്കിലും പല ആളുകളും ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അത് ചിലപ്പോൾ നമ്മുടെ എസ്പെഷ്യലി കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതൽ പെൺകുട്ടികളാണ് അങ്ങനെ വളർന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് അത് ചെയ്യാതെ മാറ്റിവെച്ച് ഓക്കെ, എന്റെ കുഞ്ഞുങ്ങൾ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ വേറെ നീഡ് വരും. അപ്പം ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ അവരുടേതായ സ്ഥാനത്ത് പോകുമ്പോഴത്തേക്ക് പിന്നെ അവര് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, എന്താ അമ്മയ്ക്ക് ആ സമയത്ത് ചെയ്ത്, അമ്മയ്ക്ക് അത് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യണം, ഞാൻ പറഞ്ഞു ചെയ്യണ്ടാന്ന് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇവർക്ക് നല്ല വിഷമമുണ്ടാവും. അല്ല, നമ്മളായിട്ടൊരു ഡിസിഷൻ എടുക്കുക, എനിക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഹാപ്പിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ഞാൻ സന്തോഷമായിട്ട് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് എന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് അത് ഒരു ആ രീതിയിലേക്ക് മാറ്റി വെക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പെയിൻ കിടക്കുന്നത് പോലെ ഫീൽ ചെയ്യും. എന്തോ ഒരു പെയിൻ, എപ്പോഴും ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റ് ഫീലിംഗ് നമ്മൾക്ക് ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ യെസ്, അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ തന്നെ വെറുപ്പ്, ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവത്തില്ല എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം കാണിക്കുന്നത്, എന്താണ് ഈ വെറുപ്പിന്റെ കാരണം. അപ്പം ആ ഫാമിലി ലൈഫ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം അത് താളം തെറ്റാൻ തുടങ്ങും. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തെറാപ്പിയാണ്. പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മാത്രമല്ല, ചുറ്റുമുള്ള ആൾക്കാരുടെ ലൈഫും കൂടെ നന്നായിട്ട് പോവാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഒരു ദിവസം അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അവളെ ഇങ്ങനെ നോക്കാണ്. യെസ്, എവിടെയാണ് എവിടെയാണ് എന്താണ് എനിക്ക് പറ്റിക്കൊണ്ടിരിക്കണേ, എന്തുകൊണ്ടാണ് എനിക്ക് തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എന്റെ ചോയ്സ് ഞാൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കാത്തത്, എന്നാണ് എന്റെ ജീവിതത്തിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നത്, എവിടെയാണ് എനിക്ക് നോ പറയേണ്ടത് എന്ന് അവൾ സ്വയം ചോദിക്കാൻ തുടങ്ങിയപ്പോ യെസ്, കാര്യം അവളുടെ എല്ലാം സന്തോഷം, ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. മറ്റേ ആള് എന്നെ വാല്യൂ ചെയ്താലേ, അപ്രിഷിയേറ്റ് ചെയ്താലേ ഞാനൊരു ഫുഡ് കൊടുക്കുമ്പം എന്റെ ഹസ്ബൻഡ് അപ്രിഷിയേറ്റ് ചെയ്താലേ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. അപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, മോർ ഹാപ്പി. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ യെസ്, മറ്റുള്ളവരെ എന്നല്ല, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അല്ലെ, ഞാൻ തന്നെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ, നമ്മൾ തന്നെ നമ്മളെ വെറുക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സെൽഫ് ടോക്ക് ചെയ്യുന്നത്. ഞാൻ പറയാം, ഏറ്റവും വലിയ ക്രിറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായി? മറ്റുള്ളവരൊന്നും അല്ല. ഞാൻ കൊള്ളത്തില്ല അങ്ങനെ പറയുന്ന എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു വിഷമം വന്ന് പറയുക, അങ്ങനെയാണെങ്കിൽ അവൻ ആ വിഷമം കൂട്ടുന്ന പോലെ ആയിരിക്കും നമ്മൾ അവനോട് പറയുന്നത്. ഇല്ലടാ, കുഴപ്പമില്ല, അത് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇത്രയല്ലേ ഇത്, അത് വിഷയമല്ലടാ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല, ഇല്ലേ? നമ്മൾ എങ്ങനെ ആയിരിക്കും അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്?
യെസ്, അവരെ നമ്മൾ നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്യും അല്ലെ. നമ്മൾ പറയും, ആ വിഷമം വന്ന് പറയുന്ന ആ വ്യക്തിയോട് നമുക്ക് നല്ല അടുപ്പം ഉണ്ടെങ്കിൽ നമ്മൾ അവനെ എങ്ങനെയെങ്കിലും ഉയർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും അല്ലെ. അത് ട്രൈ ചെയ്ത് നോക്കുക, അത് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും, അവന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഈ ഇന്നർ ക്രിറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരണം എന്ന്, നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ തന്നെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ ഉള്ളില് ആ കാര്യത്തിന് നമ്മൾ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആ ഫ്രണ്ടിന് കൊടുക്കുന്ന സപ്പോർട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ ഒരു സെൽഫിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സെൽഫിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, എന്നാലേ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ. അതിന് എന്താ പറയാ, അതിന് വാട്ടറൊക്കെ കൊടുത്ത്, അതിന് വേണ്ട ഫുഡ് കൊടുത്ത്, അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. എത്ര നാളായി നിങ്ങൾ സന്തോഷത്തോടെ, ഇനി ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും ഒന്ന് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് സമാധാനത്തോടെ, ഞാൻ പറയും, പോകാൻ വേണ്ടി പോകുന്നതൊന്നും നമുക്ക് എൻജോയ്മെന്റ് ആവത്തില്ല. മനസ്സിലായോ? നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സും, ഇപ്പൊ യാത്ര പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ യാത്ര, ആ പ്രസന്റ് മൊമെന്റിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. അപ്പോഴേ ആ ഒരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കൊരു ഒരു പിന്നെ മൂവി കാണണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യണം. ഇത്ര നാളായി നിങ്ങൾ സന്തോഷത്തോടെ അത് ചെയ്തിട്ട്. യെസ്, അത് പാർട്ട് ഓഫ് സെൽഫ് ലവ്. ഞാൻ പറയണേ, നിങ്ങൾക്ക് ട്രാവലിംഗ് ഒരു ഹാപ്പി ആണ് എങ്കിൽ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. ആരും നിർബന്ധിച്ചിട്ടല്ല, നിങ്ങൾ എൻജോയ് ചെയ്യണം. അത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്, നിങ്ങൾക്ക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം, കുറച്ചു നേരം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറ്റി വെച്ച് അത്രയും നേരം ഇരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചില ഹോബീസ്, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് എത്ര നാളായി? ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തുടങ്ങണം. ചിലപ്പം ഒരു തെറാപ്പി പോലെ, ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിനോടൊത്തൊന്ന് ഒന്ന് ഒന്ന് ഒരു റെസ്റ്റോറന്റിൽ പോകുന്നതായിരിക്കാം. അവിടെ പോയി ഒന്നുമില്ല, ഫോണൊന്നുമില്ല, ഒന്ന് സംസാരിച്ച് ഒരു ഹാപ്പി ആയിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക്. ഭയങ്കര നിങ്ങൾക്ക് എന്താ പറയാ, യെസ്, നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ്. അപ്പൊ അത് മോർ, യെസ്, ജീവിക്കണം എന്നുള്ള നമ്മള് വാടിയ ചെടിയിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നർച്ചർ ആവുന്ന പോലെ ഓരോരുത്തർ ഇതിലിരിക്കുന്ന ഓരോരുത്തർ അങ്ങനെ നർച്ചർ ചെയ്യാം. യെസ്, അത് നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു നിമിഷം, അവിടെയാണ് ചേഞ്ച് ഉണ്ടാവും. നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരു നിമിഷം. അപ്പൊ എന്താണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ? സെൽഫ് ലവ് ഇസ് പ്രാക്ടീസ് ഓഫ് വാല്യൂ യുവർ സെൽഫ്. വാല്യൂ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണോ, എങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നു. യെസ്, എനിക്ക് ഇത് എന്റെ സ്ട്രെങ്ത് ഏരിയ, ഇതെനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ വേറൊരു വ്യക്തിക്ക് ആ സെയിം ആയുധം ഉപയോഗിച്ച് നമ്മളെ ഹേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പറയുന്നതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ആ ഒരു കാര്യം നമുക്കറിയാം, ഓക്കെ, ഇതെനിക്ക് ഇങ്ങനെയാണ്, പക്ഷെ അത് എനിക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവര് നമ്മളെ കളിയാക്കിയാലോ അവരെന്ത് പറഞ്ഞാലും നമുക്കറിയാം, യെസ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ കാണുന്ന രീതി, അത് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നുണ്ടാവും, ഓക്കെ, എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്താൽ മാത്രമേ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ദേഷ്യം വരും, വേറെ ആൾക്ക് ദേഷ്യപ്പെടുന്നു, നമ്മൾ ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കും അല്ലെ. അത് പലപ്പോഴും എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് റൂട്ടിൽ നിന്നാണ് വരുന്നത്? അത് നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് പറയില്ല. അപ്പൊ നമ്മളെ വാല്യൂ ചെയ്യണം അല്ലെ, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി. യെസ്, നമ്മുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യണം നമ്മൾ തന്നെ. യെസ്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഇമോഷൻസ് വന്നത്, അത് വാലിഡേറ്റ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക യുവർ സെൽഫ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത ആ സെയിം കൈൻഡ്നെസ്, റെസ്പെക്ട്, അണ്ടർസ്റ്റാൻഡിങ്,
അല്ലെ? നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അവരെ വീണ്ടും സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണേ? അവർക്ക് ആ കൈൻഡ്നെസ്, ആ റെസ്പെക്ട്, ആ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ? അതേപോലെ കാര്യം എന്ത് ചെയ്യാം, നമ്മൾക്കും കൊടുക്കാം. അണ്ടർസ്റ്റുഡ്? അപ്പൊ ആ ഒരു വാല്യൂ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് കൊടുത്തു തുടങ്ങാം. ഇന്ന് മുതൽ ഇന്ന് കേൾക്കുന്ന ആൾക്കാര് ഇതിപ്പം ഞാൻ പറയാം യൂട്യൂബിലൊക്കെ ഇടുമ്പോഴത്തേക്ക് പലരായിരിക്കും കാണുന്നത്. ഇന്നിപ്പോ ഇത്രയും പേരായിരിക്കും ഇവിടെ ഇരിക്കുന്ന സെഷനിൽ ഉള്ളതായിരിക്കും, പക്ഷെ ഇതിൽ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടാവും. അപ്പം നിങ്ങൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ അത് കൊടുക്കുക. കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങള്, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അപ്പൊ സെൽഫ് ലവിനകത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരിക്കലും സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഈഗോ ആണോ, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് ഇഗ്നോർ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഞാൻ ശരിയാണ്, അതൊന്നും അല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് ഈസ് ഓൾ അബൌട്ട് accepting your accepting yourself the way you are. നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിലും നിങ്ങളുടെ ഫ്ലോസ് ആണെങ്കിലും നിങ്ങളുടെ whatever. അത് മാത്രമല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ഗ്രോത്തിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. യെസ്, നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുക. ആസ് എ ഫാദർ, ആസ് എ മദർ. എന്താണ് നമ്മുടെ കുട്ടികള് നമ്മള് പറയുന്നതല്ല, നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് അവരിലൂടെ സാധിക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് വളരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, വാക്കിലൂടെ പറയാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് കടക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നല്ലൊരു ബിസിനസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഫാദർ എന്ന് പറയുന്ന ഒരു റോൾ മോഡലായിട്ട് മാറും. ആ മദറിനെ റോൾ മോഡലാക്കും. ആ അമ്മ ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ എത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അത് വാക്കിലൂടെയല്ല, ആ പ്രവൃത്തിയിലൂടെ അവരത് കാണുന്നതാണ് ഏറ്റവും നന്നായിട്ട് അവരുടെ മനസ്സിൽ പതിയുന്നത്. യെസ്, ഈ പ്രായത്തിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രായമൊന്നും ഒരു ഘടകമല്ല, മനസ്സിലായോ? ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് യെസ്, അവർ റെസ്പെക്റ്റോട് കൂടി അവർക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിനേക്കാളും അത് പ്രവർത്തിച്ച് കാണിക്കുന്നതാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ, ആ സെൽഫ് ലവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുന്നു, ആ ഗ്ലാസ്സിൽ നമുക്ക് ഇപ്പൊ വെള്ളം ഫുൾ നിറഞ്ഞു, ആ വെള്ളം നമുക്ക് മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഇല്ലാത്തൊരു കാര്യം ഇതിനകത്ത് ഇത്രയും ഉള്ളൂ എന്ന് ചിന്തിച്ച് അതെല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെയാവും. ഒന്നും ഇല്ലാതെയാവുമ്പോൾ നമുക്ക് എല്ലാവരോടും ദേഷ്യം വരാൻ തുടങ്ങും. യെസ്, പകരം നമ്മൾ നിറഞ്ഞിരിക്കുകയാണ്, നമ്മളെ ഹാപ്പിയാണ്, നമുക്ക് അത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് സന്തോഷത്തോടെ അത് ഏറ്റെടുക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു യെസ്, അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം എന്ന് പറയാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിലോ നമുക്കവിടെ ദേഷ്യം വരും. യെസ്, എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കാണുന്ന രീതി വരെയാ. ഇപ്പൊ ഇന്ന് നമുക്ക് നോക്കാം, നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു തിങ്കിങ്ങിലോട്ട് നമ്മൾ മാറും. അതുപോലെ തന്നെ സെൽഫ് ലവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രൊട്ടക്ടിങ് യുവർ പീസ്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചൂസിങ് വാട്ട് ഈസ് റൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള, നിങ്ങളെ ഹാം ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. യെസ്, ഇനി റിയൽ ലൈഫിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, സെയിങ് നോ വെൻ സംതിങ് ഡ്രെയിൻസ് യു. നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എനർജീനെ കളയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നോ പറയാൻ പരിശീലിക്കണം. പറയാൻ പരിശീലിച്ചിട്ടില്ലെങ്കിൽ പരിശീലിക്കണം. ഓക്കെ,
നമ്മളെ വാല്യൂ ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ചേസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ വാല്യൂ ചെയ്യാത്ത ആളുകളെ നമ്മൾ ചേസ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളിത് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ അവർ വാല്യൂ ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ, പിന്നെ ഒരു റെസ്പെക്റ്റും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, നിങ്ങൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നു. അവസാനം ഒരുപാട് നാൾ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ആ, നമ്മളെ വാല്യൂ ചെയ്യാത്ത, റെസ്പെക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇത് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ചേസ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ടേക്ക് കെയർ യുവർ ഹെൽത്ത് ആൻഡ് മൈൻഡ്. നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ മൈൻഡിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഇനി പല കാര്യങ്ങളും നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സുകൾ കിടക്കുന്നുണ്ടാവും. പാസ്റ്റ് മിസ്റ്റേക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് അത് തിരുത്താൻ പറ്റാത്ത കാര്യം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പാസ്റ്റ് ഒരിക്കലും നമുക്ക് തിരിച്ചു പോയിട്ട് അതിനകത്ത് നിന്ന് എന്ത് നമുക്ക് ലേൺ ചെയ്യാം, ഓക്കെ. പക്ഷെ സംഭവിച്ചു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. അതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ, അതിനെ ഓർത്ത് അയ്യോ അതെങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് ഒരു ചേഞ്ചസും അതിനകത്ത് വരുത്താൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പാസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് അറിയാതെ ഉണ്ടായത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ, അത് തെറ്റായിരുന്നു, അത് ചെയ്യാൻ പാടില്ല. ഇനി അത് കറക്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അത് ചെയ്യാതിരിക്കുക. forgiving yourself for past mistakes. അത് അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയിസൺ കുടിക്കുന്ന പോലെയാ. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർ തിങ്ക് ചെയ്ത് പാസ്റ്റ് മിസ്റ്റേക്കിനെ വീണ്ടും 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 ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പോയിസൺ ഓരോ ദിവസവും കുടിച്ചോണ്ടിരിക്കുക. എന്ത് സംഭവിക്കും? ലാസ്റ്റ് അത് നമ്മളെ തന്നെ അഫക്റ്റ് ചെയ്യും. നമ്മൾ തന്നെ അതിന്റെ വിക്ടിമായിട്ട് മാറേണ്ടി വരും. പക്ഷെ ഈ ചിലപ്പോൾ ചെയ്ത വേറൊരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആള് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതോ ഒന്നും ഇല്ലായിരിക്കും. അവരത് തിങ്ക് ചെയ്യുന്നല്ലോ. പക്ഷെ നമ്മളാണ് ഹേർട്ട്. ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ ഹേർട്ട് ചെയ്തത്. പക്ഷെ നമ്മളാണ് അതിന്റെ ചിന്തിച്ച് ചിന്തിച്ച് ആ ഒരു പോയിസൺ കുടിച്ചുകൊണ്ടിരിക്കണേ. അത് വേണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഓക്കെ. അത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പാസ്റ്റ് മിസ്റ്റേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇരിക്കാതെ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. ഓക്കെ. ഫൊർഗീവ് ചെയ്ത് എന്ത് അതിനകത്ത് നിന്ന് പഠിച്ചു, ഇനി അത് ചെയ്യാതെ എങ്ങനെ ഇരിക്കാം എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളെ തോട്ട് പ്രോസസ്സ്. ഓക്കെ. ബിലീവ് ദാറ്റ് യു ആർ ഇനഫ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്താണ് കഴിവുള്ള, അത് ഞാൻ ഇപ്പൊ ഉള്ള കാര്യം ഞാൻ ഇനഫ് ആണ്. ഇനി എനിക്ക് എന്ത് ഗ്രോത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിക്കാം. ഓക്കെ. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അക്സെപ്റ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിലൊന്ന് പെർഫെക്ഷനിസം ആണ്. പെർഫെക്റ്റ് ആവുക. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെക്കുക, അത് ശരിയാണോ തെറ്റാണോ? ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? യെസ്. കമ്പാരിസൺ പ്രശ്നമുണ്ടോ? നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് യെസ് അവരങ്ങനെ പോകുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ട്, എനിക്ക് അത് കിട്ടുന്നില്ല, അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടോ? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യമാണ്. അത് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ്. അപ്പൊ അതുണ്ടോ? അത് നോക്കാം. തേർഡ്, നമ്മള് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബൗണ്ടറി, ഹെൽത്തി ബൗണ്ടറി ഒക്കെ വെക്കണമെന്നൊക്കെ ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം നഷ്ടപ്പെടുവോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യെസ്, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമുക്കറിയാതെ നമുക്ക് റൈറ്റ് അല്ല, നമ്മുടെ പീസിനെ അത് ബാധിക്കും. യെസ്, അങ്ങനെ ഒരു കാര്യം. പിന്നെ ഫൊർഗീവ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ?
എന്ത് തെറ്റും ചെയ്ത ആളുകൾ ആവാം. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഗ്രോത്തിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫൊർഗീവ് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, ഫൊർഗീവ് എന്ന് പറയുന്നത് നോട്ട് ഫോർ അതേഴ്സ്, നമ്മുടെ സമാധാനത്തിനാണ് അത് ചെയ്യണേ. മനസ്സിലായോ? അപ്പം ഫൊർഗീവ് ചെയ്യാൻ പറ്റാതെ ഉണ്ടോ? ആ സെൽഫ് ലവ് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഫിയർ. ഫിയർ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഭയം അല്ലേ? എന്താണ്? ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് അവരെന്ത് ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഫിയർ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. യെസ്, അല്ലെ? നമ്മുടെ കുഞ്ഞുനാളിൽ ഞാനൊരു കാര്യം പറഞ്ഞപ്പം മറ്റുള്ളവർ നമ്മൾക്ക് ദേഷ്യപ്പെടും, ആ ഒരു പേടി. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? യെസ്. പിന്നെ നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തോന്നിയ ഒരു ഡിസിഷൻ, പക്ഷെ അത് എടുക്കാൻ നമ്മൾ മടിക്കുക, സ്വയമായിട്ടൊരു അവിശ്വാസം ഉണ്ടാവുക, അതുണ്ടോ എന്നുള്ളത് നോക്കാം. യെസ്. പിന്നെ ചെറിയ കാര്യങ്ങളിലൊന്നും ഹാപ്പി ആവണില്ല, ചെറിയ സന്തോഷങ്ങളൊന്നും ഇല്ലില്ല. ഞാൻ വിചാരിച്ച ആ ഗോളില്ലേ, അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷം വരുള്ളൂ. യെസ്. ഓക്കെ, അങ്ങനെ ഉള്ള പ്രോസസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണേ, ബുക്കും പെന്നായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, പിന്നെ നമ്മളോടുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക്, ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ തന്നെ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്, ഇത്രയും പറഞ്ഞതിൽ നമ്പർ ഇട്ടിട്ട് എത്ര ഔട്ട് ഓഫ് എത്രയാണോ ഞാൻ പറഞ്ഞത് എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. യെസ്, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ പെർഫെക്ഷന്റെ കേസ് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ ദ പ്രോസസ്സ് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി, പെർഫെക്റ്റ് ആയിട്ട്. കാര്യം നമുക്ക് ഈ ചലഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, ചലഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ ലൈഫ് അങ്ങനെയല്ല പോകുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഓക്കെ, എല്ലാം നന്നായിട്ട് വരാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്, നന്നായിട്ട് വരികയും ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, പൊട്ടിത്തെറിക്കും. നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്താണോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനാണെങ്കിൽ പ്രശ്നമെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെ കാര്യം എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് വേണം. ചില ആൾക്കാരുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഷർട്ടൊക്കെ നല്ല തേച്ച് മിനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വേണം. കറക്റ്റ് സമയത്ത് ഫുഡ് മേശപ്പുറത്ത് എത്തണം. പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിചാരിക്കണ പോലെ 1 2 3 എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കണം. പെർഫെക്റ്റ് ആയിട്ട് കൊച്ചുങ്ങൾ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ 1 2 3 എന്ന് പറയുന്നത് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അപ്പോഴാണ് എന്റെ പെർഫെക്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരു സെൽഫ് റിയലൈസേഷനും കൂടിയാണ്. മനസ്സിലായി? തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തുടങ്ങും. അണ്ടർസ്റ്റുഡ്? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കൺട്രോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. നമ്മുടെ കൺട്രോൾ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതെല്ലാം അതേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമോഷൻസ് ഇരിക്കുന്നത്. ക്ലിയർ? അതേഴ്സ് ഒരിക്കലും നമ്മൾ പറയണ പോലെ പ്രവർത്തിക്കണം എന്ന് നിർബന്ധമില്ല. അവരുടെ കൺട്രോൾ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാം. ഓക്കെ, നമുക്കത് പറയാം, അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഈ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നെർവസ് ആവുകയാണ്, ഇറിറ്റേറ്റഡ് ആവുകയാണ്, കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡിസീസാണ് ആക്ച്വലി. അത് നമ്മൾ മനസ്സിലാക്കുക, മൈൻഡിന്റെ ഒരു ഡിസീസാണ്. ഇതിങ്ങനെ വന്നാലേ പറ്റും. അപ്പൊ എന്താ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ ആ ഷർട്ടൊന്ന് തേച്ചിട്ട് നമുക്ക് തന്നെ ഇടാം, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് തേച്ചിട്ട് നമുക്ക് ഇടാം. യെസ്, അത് വേറെ ആൾ കൊടുത്ത് അത് ചുളുവാക്കുന്നതാണല്ലോ പ്രശ്നമല്ല. യെസ്, ഇപ്പൊ അത് വരാൻ പറ്റില്ല. അപ്പൊ അവരും പതുക്കെ എന്താ ചെയ്യുക, ഇത് ചെയ്ത് കൊടുക്കാം. ഒരു ചുളു വന്നാലും നമ്മൾ ഇത് ഓക്കെ. നമ്മുടെ കൊച്ചുങ്ങളാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, കുഴപ്പമില്ല, അവരാദ്യമായിട്ടല്ലേ അത് പഠിക്കണേ, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുമ്പോൾ അവർ വീണ്ടും ചെയ്യാനുള്ളൊരു കാര്യം വരും.
അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അധികം കിച്ചണിൽ കയറാത്ത ആളാണ്. കിച്ചണിൽ കയറി നമുക്കൊരു ചായ ഇട്ട് തന്നു, അപ്പൊ അവിടെ കുറച്ച് മെസ്സാക്കി. പക്ഷെ നമ്മളെല്ലാം പെർഫെക്റ്റിന്റെ ആളാണ്, അപ്പൊ മെസ്സാക്കിയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവര് ആ ചായ ഇട്ടുകൊണ്ട് തരുന്നത് അവരുടെ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ അവർ ഇതുവരെ ചെയ്യാത്ത കാര്യം. അവര് നല്ല അടിപൊളിയായിട്ടായിരിക്കും ചായ ഇട്ട് തന്നത്. അപ്പൊ ആ ചായ കുടിക്കുമ്പോ മറ്റേത് അക്സെപ്റ്റ് ചെയ്യാം, യെസ്, ജസ്റ്റ് പറയാം. പക്ഷെ അതും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. യെസ്, നമ്മൾ വെക്കുന്ന പാത്രങ്ങൾ അതേപോലെ കൊണ്ടുപോയി വെക്കാനോ അല്ലെങ്കിൽ അതേപോലെ ചെയ്യാനോ മേ ബി അത് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇവന്റ് നടന്നതുകൊണ്ട് എന്റെ കൺട്രോൾ പോകും, എനിക്ക് പ്രശ്നമാവും എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങും നമ്മുടെ ലൈഫ്. യെസ്, ക്ലിയർ? സോ എന്താണ് നമ്മൾ പറയേണ്ടത്? ഐ റെസ്പെക്ട് മൈസെൽഫ്. നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്താലും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലേ, ഐ റെസ്പെക്ട് മൈസെൽഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്റെ ഇമോഷൻസിന്റെ കൺട്രോള് വേറെ ആരുടെയും കയ്യിലല്ല ഇരിക്കണേ. അങ്ങനെ ആയ ആ ഇമോഷൻസിന്റെ കൺട്രോൾ അല്ല അവരുടെ കയ്യിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പിന്നെ ടിവിയുടെ റിമോട്ട് കൈ കൊടുക്കുന്ന പോലെയാണ്. മനസ്സിലായോ? അപ്പൊ അവർക്കറിയാം പ്രശ്നമാണ്. യെസ്, അപ്പം ആ റിമോട്ടിന്റെ കൺട്രോൾ, നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ, റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുക. ഓക്കെ, ഇനി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, സെൽഫ് ലവും സെൽഫിഷ്നെസ്സും ചില ആൾക്കാർ അത് കമ്പൈൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓൺലി തിങ്കിങ് അബൌട്ട് യുവർ സെൽഫ്. എന്നെ പറ്റി മാത്രം ചിന്തിക്കുക. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുവോ, അതൊന്നും എന്റെ മാറ്റർ. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടായ എന്റെ കാര്യം സാധിച്ചെടുക്കുക, അതൊരു റെഡ് സിഗ്നലാണ്. അങ്ങനെയുള്ള ഒരു കാര്യവും ബന്ധങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലോ ഉണ്ടെങ്കിൽ അത് മാറ്റുക. യെസ്, ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി, ഇതിലിരിക്കുന്ന എത്ര പേരാണ് അല്ലെങ്കിൽ ഇത് കാണുന്ന എത്ര പേരാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഹാം ചെയ്യാൻ പറ്റത്തില്ല. യെസ്, അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, ഒരു ബൗണ്ടറി, ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ അവർ മാറിപ്പോകും. അല്ലെങ്കിൽ പറയാനുള്ള ബൗണ്ടറി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ മാറിപ്പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് അവരെ തിരിച്ച് ഹാം ചെയ്ത് നമ്മുടെ സമയം കളയണം അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിലേക്ക് പോകേണ്ട സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ അവർക്കില്ല. ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിനുള്ള സമയമില്ല. മനസ്സിലായോ? പക്ഷേ സെൽഫിഷ്നെസ് ഉള്ള ഒരു വ്യക്തിക്ക് യെസ്, എങ്ങനെയെങ്കിലും എന്നെ ഹേർട്ട് ചെയ്ത ഒരാളെ ഈഗോനെ ഹേർട്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അവനെ തകർക്കണം എന്നൊരു ചിന്തയിലോട്ട് വരും. അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ മാത്രം ഇത് ചെയ്യണം, ഞാൻ മാത്രം കാര്യങ്ങള് കൊണ്ടു നടക്കണം, എനിക്കെല്ലാം കറക്റ്റ് സമയത്ത് നടക്കണം, എനിക്കെല്ലാം അവരുടെ ക്യാരക്ടറാണ്. അത് സ്വയം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കേണ്ട കാര്യമാണ്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, അതുപോലെ തന്നെ വിത്തൗട്ട് ഹാമിങ് അതേഴ്സ്. ഒരാളെ മറ്റുള്ളവരെയും ഹാം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളുണ്ടോ പ്രവൃത്തികളുണ്ടോ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. യെസ്, ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പം അത് മാത്രമല്ല, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യു ബിൽഡ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നിങ്ങളുടെ കണ്ണുകളിൽ ആ ഒരു തിളക്കം വന്നു തുടങ്ങും. പതുക്കെ നിങ്ങൾക്ക് അറിയാം, ഓവർ തിങ്ക് ചെയ്ത് മറ്റുള്ളവരെ അത് പതുക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവാൻ തുടങ്ങും. അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി ഫ്ലോയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് യെസ്, നമുക്ക് അറിയാം ആ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവാൻ തുടങ്ങും. ബെറ്റർ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഇന്നർ പീസ് ഉണ്ടാവും. ഇന്നർ പീസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം. സ്ട്രോങ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇന്നർ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അത് മാത്രമല്ല, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം
ചൂസിങ് യുവർ സെൽഫ് വിത്തൗട്ട് ഗിൽറ്റ് ഇല്ലാതെ അത് ചൂസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യുകയും അതിനെപ്പറ്റി കംപ്ലൈന്റ് പറയുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഗിൽറ്റ്, അയ്യോ ഞാൻ അത് ചെയ്തല്ലോ, അത് അങ്ങനെ പിന്നെ അവർക്കത് കൊടുക്കാതെയാണല്ലോ അത് ചെയ്ത് എന്ന് പറഞ്ഞ് ഗിൽറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രശ്നം. മനസ്സിലാവോ? അത് ആ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചൂസിങ് യുവർ സെൽഫ് വിത്തൗട്ട് ഗിൽറ്റ്, അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റുക. യെസ്, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? യെസ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 സ്റ്റെപ്സ് പറയാണ്. 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയെടുത്താൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, ഒന്ന്, അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ളി. നിങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാം. സ്റ്റോപ്പ് ട്രൈങ് ടു ബി പെർഫെക്റ്റ്. ഓക്കെ, ദാറ്റ്സ് എ റിയൽ പവർ. മനസ്സിലായി? നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. കാരണം അതുകൊണ്ടാണ് എഗനിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്. യെസ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അക്സെപ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. യെസ്, എനിക്ക് ഇന്ന ഇതുണ്ട്, പക്ഷെ ഞാൻ അത് ഓവർകം ചെയ്യും, അല്ലെങ്കിൽ എനിക്കതുണ്ട് അതിനെന്നെ എന്ന് ചിന്തിക്കും. യെസ്, അതൊന്നും എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഞാൻ എന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ഈ ലോകത്ത് എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല. യെസ്, അപ്പം അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് യുവർ സെൽഫ് ഫുള്ളി. നമ്മൾ എന്ത് ചെയ്യുക, അത് ഗ്രോത്തിലേക്കുള്ള പാത്തായിട്ട് എടുക്കുക. 2, ചേഞ്ച് യുവർ സെൽഫ് ടോക്ക്. നിങ്ങളുടെ സെൽഫ് ടോക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത്, സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്താണെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത്, സ്നേഹിക്കുന്ന ഒരു വ്യക്തി എടുത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുക. ആ ഒരു കെയർ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. മനസ്സിലായോ? ഐ ആം ഗ്രോയിങ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള ഇതിനകത്തുനിന്ന് സെൽഫ് ടോക്ക് മാറ്റിയിട്ട് ഐ ആം ഗ്രോയിങ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ യെസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായിരിക്കണം നമ്മുടെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 3, സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ഹെൽത്തി ബൗണ്ടറീസ് എല്ലാ ബന്ധത്തിലും നമ്മൾ കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 4, സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. മറ്റുള്ളവരുടെ ജേർണി അല്ല നമ്മുടെ ജേർണി യൂണീക്ക് ആയിട്ടുള്ള ജേർണിയാണ്. ഓരോരുത്തർക്കും ലൈഫിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ജേർണിയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് കമ്പാരിസൺ ചെയ്യുന്നത് ഹാപ്പിനെസ്സും കോൺഫിഡൻസും എല്ലാം സ്റ്റീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. 5 എന്ന് പറയുന്നത്, 5th വൺ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുക, നല്ല ആഹാരം കഴിക്കുക. പിന്നെ കരിച്ചിന് പലപ്പോഴും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇമോഷണൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ബോഡി ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ചില വിമനൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഓ എനിക്ക് വരെയെന്നാ അത് കുഴപ്പമൊന്നുമില്ലെന്നേ, അത് പ്രശ്നമില്ല. ഇങ്ങനെ പല ഫാമിലിയിലും ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പ്രശ്നം സീരിയസ് ആയിട്ട് പ്രശ്നം ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്തു പറയാ അറിയുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കും അറിയുന്നത്. അത് അത്രയും വേഴ്സ് ആക്കി നമ്മൾ മാറ്റും. അത് വേഴ്സ് ആക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിലോട്ട് പോകുമ്പോഴാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ അത് ചില മെന്നാണെങ്കിലും അത് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യെസ്, കുഴപ്പമില്ല, എന്റെ ഫാമിലിക്ക് വേണ്ടിയില്ല ഞാൻ കഷ്ടപ്പെടുന്നത്, ഇതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ അത് അങ്ങനെ വിചാരിക്കും. ഇല്ല, നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഫാമിലിക്ക് അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ പല ആളുകളുടെയും ഫുൾ അവരുടെ ഫിനാൻഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകണം, ചെക്ക് ചെയ്യണം, നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യണം. അതിനൊന്നും ഒരു മടി വെക്കാതിരിക്കുക, അത് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക. നമ്മളല്ലാതെ വേറെ ആരാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്? ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അഫക്ട്സ് യുവർ മെന്റൽ സ്റ്റേറ്റ്. നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ്
അഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം. യെസ്. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവർക്കും വരാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണോ എനിക്ക് ക്ഷീണം വരുന്നത്, എപ്പോഴും ഉറങ്ങാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത. യെസ്, ചെക്ക് ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് BP ലോ ആണോ, അല്ലെങ്കിൽ BP ഹൈ ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ദെൻ ഫോർഗീവ് യുവർ സെൽഫ്. നമ്മൾ ലൈഫിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ പാഠങ്ങളും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ലെവലിലേക്ക് പോകണം. നമ്മളത് ഫെയിൽ ആവുമല്ല, അയ്യോ എല്ലാം തകർന്നു പോയി, എന്റെ ജീവിതം പോയി എന്നുള്ളതല്ല. അവിടെ ഒരു സ്റ്റോപ്പ് അല്ല വേണ്ടത്. ലേൺ ചെയ്യും, ഫോർഗീവ് ചെയ്യുക. നമ്മളത് ഒരു നമ്മൾ ഗ്രോത്തിലേക്ക് പോവാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഹീൽ ചെയ്യുക, തെറാപ്പി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല, തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് സൊല്യൂഷൻ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റണേ, അത് ചെയ്യുക. ഓക്കെ. 7, ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഹാപ്പി. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. നിങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഇംപ്രസ് ചെയ്യുന്ന കാര്യമല്ല. ചിലപ്പം സ്പെൻഡ് ടൈം ഓൺ വാട്ട് ബ്രിങ്സ് യു ജോയ്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. എനിക്കാണെങ്കിൽ ഇപ്പം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പം ഭയങ്കര കാമായിട്ടുള്ള ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ചിലപ്പം എന്റെ മോളുടെ കൂടെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ആൾക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കാം. യെസ്, അത് ചെയ്യാം. ഓക്കെ. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ യെസ്, നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ ഒരാഗ്രഹം വേറൊരു സ്ഥലത്ത് പോകാൻ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയുമ്പോൾ അവിടെ കൊണ്ടുപോകാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യെസ്, എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഹാപ്പിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. യെസ്, റൈറ്റ്. നമ്മുടെ മെന്റർഷിപ്പ് സ്റ്റുഡൻസ് പല ആൾക്കാരും യെസ്, അവർ ആഗ്രഹിക്കുന്ന ഗ്രോത്തിലേക്ക് അവർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അവർ അച്ചീവ് ചെയ്യുമ്പോൾ അവരൊരു ഹാപ്പിനെസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ളവർ ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് ആ ജേർണിയിലോട്ട് പോകാൻ പറ്റും. അപ്പം പല കാര്യങ്ങളും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. 8, കീപ് പ്രോമിസസ് ടു യുവർ സെൽഫ്. നമ്മൾ പ്രോമിസസ്, നമ്മളോട് കൊടുക്കുന്ന പ്രോമിസസ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് സെൽഫ് ട്രസ്റ്റ് വർക്ക്. നമ്മൾ എങ്ങനെയാ ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നത്? അവർ പറയുന്ന വാക്കുകൾ പ്രവൃത്തിയിൽ കാണിക്കുന്നുണ്ടോ അല്ലെ? അവർ തരുന്ന പ്രോമിസസ്. ഞാൻ ഒരാളെ നമ്മൾ ഒരാളെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എന്ത് പ്രോമിസസ് തരുന്നു എന്നുള്ളതല്ല, ആ പ്രോമിസസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേ കാര്യം തന്നെയാണ് നമ്മളിലേക്കും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേണ്ടത്. യെസ്, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസസ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ട്രസ്റ്റ് നമുക്കുണ്ടാകും. ബിൽഡ് സെൽഫ് ട്രസ്റ്റ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ളൊരു സെൽഫ് ട്രസ്റ്റിലേക്ക് നമുക്ക് പോകും. 9, സ്പെൻഡ് ടൈം എലോൺ. നമ്മൾക്ക് നമ്മുടേതായ ഒരു ടൈം, ഒരു സെൽഫ് കണക്ഷന് വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കണം. അപ്പൊ അവിടെ നമ്മൾ സൈലൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് യുവർ സെൽഫ് ഡീപ്ലി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. യെസ്, അപ്പം ഒരു സെൽഫ് കണക്ഷന് വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തുക. കാര്യം ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിസ്കണക്ട് ആകുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നത്, ബാക്കിയുള്ള നോയ്സിൽ നിന്ന്. പക്ഷെ ചില ആളുകൾ വളരെയധികം പേടിക്കുന്നുണ്ട്, ലൈക്ക് ആ നോയ്സിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. നോയ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കായി പോകുന്നു, മനസ്സിലാവുന്നുണ്ട്. അപ്പം ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എലോൺ ആവുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ലയൺ എലോൺ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. യെസ്, അതുപോലെ തന്നെ ലോൺലിനെസ് അല്ല ലോൺ ആവുക എന്ന് പറയുന്നത്.
അത് നമ്മളായിട്ട് എടുക്കുന്ന ഒരു ചോയ്സ് ആണ്. നമ്മൾ മാറി നിന്ന് നമ്മളുടെ ബിസിനസിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ പോകുന്ന പാത്ത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു സെൽഫ് കണക്ഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് ടൈം എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കണ്ട, അത് കറക്റ്റ് ആയിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കണ്ട, അല്ലെങ്കിൽ അതൊരു ഒരു കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? യെസ്. അത് മാത്രല്ല, ഒരു ഹയർ പർപ്പസിൽ ഹയർ ഗോളിലേക്ക് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും എലോൺ ആവാനുള്ള സാഹചര്യങ്ങളും എലോൺ ആവുന്ന സിറ്റുവേഷൻസും വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയോ. ഗ്രോത്ത് ആഗ്രഹിക്കും മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മളെ ചിലപ്പം എല്ലാവരും ഒറ്റപ്പെടുത്തും, എല്ലാം ചെയ്യും. പക്ഷെ അതൊക്കെ നല്ലതിനാണ്. അപ്പൊ നമുക്ക് സ്വയം നമ്മൾ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇതിനാണ് എന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് എന്നെ സെൽഫ് കണക്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ്, അവിടെ നമുക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. 10 സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്. ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രസ് സെലിബ്രേറ്റ് ചെയ്യുക. ചെറിയ ഞാൻ പറഞ്ഞ ഡോണ്ട് വെയിറ്റ് ഫോർ ബിഗ് സക്സസ്. ബിഗ് സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എന്നാലാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പോകുമ്പോഴാണ് യെസ്. അപ്പൊ ആ ഒരു അപ്രിഷിയേറ്റ് ചെയ്യുക. ഒരു സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് ഡെയിലി നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മോർ ഫോക്കസ്ഡ് ആയിട്ട്, ക്ലാരിറ്റി കിട്ടും, മോർ ഫോക്കസ്ഡ് ആയിട്ട് സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഒരാഴ്ച നമ്മൾ എടുത്തിട്ട് നോക്കണം, ഈ ആഴ്ച എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി, എന്തൊക്കെ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റി. ഇത് സെലിബ്രേറ്റ് ചെയ്യുക, ആ പ്രോഗ്രസ് സെലിബ്രേറ്റ് ചെയ്യുക, സന്തോഷത്തോടെ അത് ഷെയർ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പിന്നെ മെന്റർഷിപ്പ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ എൻ്റെ അടുത്ത് എവറിഡേ മാം ഇത് ഞാൻ ആക്ഷൻ എടുത്തു, ഇന്ന കാര്യം ചെയ്തു, എനിക്ക് ഇങ്ങനെ സന്തോഷം. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് യെസ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഇങ്ങനെ ആക്ഷൻ എടുക്കുക. നമ്മളിപ്പോ ആക്ഷൻ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്തായാലും കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു മനസ്സിൽ വരത്തില്ലേ? നമ്മുടെ കുഞ്ഞ് ഒരു എഫേർട്ട് ഇടുന്നു, ആക്ഷൻ എടുക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും അല്ലെ അവനെ. അപ്പൊ അത് എന്താണ് അവൻ അത്ര കഴിവ്, അതല്ല അവിടുത്തെ മാറ്റർ. അവൻ ഒരു നിങ്ങളിപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും ആവണമെന്നില്ല. നിങ്ങളൊരു ആവറേജ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളിടുന്ന എഫേർട്ടിനനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നു, എത്രത്തോളം നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങളെ റിയൽ റിസൾട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന കാണും, ആ ഒരു വർക്ക് നിങ്ങൾ എടുക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നും. യെസ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ചെയ്യുക. അതോടൊപ്പം നമ്മൾ താങ്ക്ഫുൾ ആവുക, ഗ്രേറ്റ്ഫുൾ ആവുക, അതുപോലെ തന്നെ പ്രോഗ്രസ് എൻജോയ് ചെയ്യുന്നത്. യെസ്, എനിക്ക് ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട്, ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി വെരി പവർഫുൾ ആയിട്ടുള്ള സെൽഫ് ലവ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് സെൽഫ് ലവ്, എന്താണ് സെൽഫിഷ്നെസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് നിന്ന് ഫൈൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 10 സ്റ്റെപ്പ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള 10 സ്റ്റെപ്സും പറഞ്ഞു. അതുപോലെ തന്നെ സെൽഫ് ലവ് എക്സസൈസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസും കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയണം. ഒന്ന്, അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെൽഫ് ലവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്കറിയാം, സെൽഫ് ലവ് കറക്റ്റ് ആവുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവും. യെസ്, അപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രാക്ടീസ് ആണ് മിറർ ടോക്ക് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 or 3 minutes നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, ഒരു കൈ അകലത്തിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ. നിന്നിട്ട് നിങ്ങളെ തന്നെ നോക്കുക. ഓക്കെ. ഫേസും നിങ്ങൾ ഇത്രയും കാണുന്ന പോലെ നിന്ന് അത് ഫ്രണ്ടിൽ നിന്നിട്ട് യെസ്, നിങ്ങളുടെ ഐസിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ പറയാം, യെസ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ് as I am. Yes, I accept myself as I am. I am enough.
ഐ ചൂസ് ടു ലവ് മൈസെൽഫ് ടുഡേ. ഇത് എവറി ഡേ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീലിംഗ് പെട്ടെന്നല്ല നടക്കുന്നത്, സ്ലോലി ആണ് നടക്കുന്നത്. എത്രത്തോളം ആഴത്തിലുള്ള മുറിവാണ് നമ്മുടെ ലൈഫിൽ വന്നേക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എവറി ഡേ മോർണിംഗ് പ്രാക്ടീസ് ചെയ്യാം, നൈറ്റ് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ മുറിവ് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഫീലിംഗ് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. അത് പ്രശ്നമില്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അങ്ങനെ തോന്നാറും അങ്ങനെ ആ ഒരു ഫീലിംഗിലുണ്ട്. പക്ഷെ നമ്മൾ എവറി ഡേ നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ ഇത് പറയണം, ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആസ് ഐ ആം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഹാൻഡും ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം, പറയാം ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആസ് ഐ ആം. ഓക്കെ, ഐ ആം ഇനഫ്, ഐ ചൂസ് ടു ലവ് മൈസെൽഫ് ടുഡേ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് ലവ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രമൻഡസ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരിക, അത് അവിടെ തെറാപ്പി എടുക്കണം അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യണം, അത് അതിൻ്റെതായ ഒരു കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക ചെയ്യുക. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻ്റെ പ്രോസസ്സ്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെൽഫ് അവെയർ ആയിട്ടുണ്ടെങ്കിൽ തന്നെ എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് ജേർണലിംഗ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരാണ്, എന്താണ്, പിന്നെ ഞാൻ ആരോടാണ് ഫോർഗീവ് ചെയ്യേണ്ടത്, എന്നെ എങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ഗോളിലോട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അതിന് ഞാൻ ചിന്തിക്കുമ്പോൾ ഇയാൾ കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് കാരണം, അല്ലെങ്കിൽ എൻ്റെ ഈ പിന്നെ ഫാമിലി ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം, അവരോട് ഫോർഗീവ് ചെയ്യുക. കാര്യം അവരുടെ അറിവിന്റെയും അവരുടെ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവര് നമ്മളടുത്ത് പെരുമാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ തിരിച്ചറിവ് അവർക്ക് വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ആ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അവരോട് നമുക്ക് ക്ഷമിക്കണം. കാര്യം ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് ചേഞ്ച് ഉണ്ടാവൂ. അവരത് മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അത് മനസ്സിലാകാത്ത ഒരാളത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവരെ കറക്റ്റ് ചെയ്യാനല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുക. കാര്യം നമുക്ക് പോകേണ്ടത് ഇവിടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, ഓൺട്രപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് കോച്ചസ് ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങളുടെ ബിസിനസ് എല്ലാം നല്ലതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. ആ തെറ്റുകൾ മുറിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് നോക്കുക, ആരൊക്കെയാണ് ഞാൻ ഫോർഗീവ് ചെയ്യാതെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് എന്നെ പറ്റി തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ, ഇന്നത്തെ ദിവസം എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് ആ ഒരു സെൽഫ് ലവ് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അത് മാത്രമല്ല നിങ്ങളുടെ മൈൻഡിനെ ഒരു മസിൽ പോലെ ട്രെയിൻ ചെയ്യും. നമുക്ക് പറഞ്ഞില്ല എപ്പോഴും നമ്മള് മസിൽസ് ജിമ്മിൽ പോയി ബിൽഡ് ചെയ്യുന്ന പോലെ മൈൻഡ് എന്ന് പറയുന്നതിനെ ട്രെയിൻ ചെയ്താൽ മാത്രമേ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് സ്ട്രോങ് ആയി കൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോലെ സെൽഫ് കമ്പാരിസൺ ഉണ്ടാവാതിരിക്കുന്ന, അപ്പൊ അങ്ങനത്തെ സ്റ്റേജസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കമ്പാരിസൺ ഉണ്ടാകുന്ന പല ഗ്രൂപ്പുകളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലായിരിക്കാം. അതൊന്നും നമുക്ക് ഇപ്പൊ നമ്മൾ സ്ട്രോങ് അല്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യുക. അതിനകത്തൊന്നും നിങ്ങൾ മടി വെക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനകത്ത് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്യാതെ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിനെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതിനെന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് നമുക്ക് കൊടുക്കുക, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണം, നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്നത് ഫിയർ ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അത് മെസ്സപ്പ് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം അവോയ്ഡ് ചെയ്യും, കോൺഫിഡൻസ് നമുക്ക് പോകും അല്ലേ. പകരം നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഞാൻ
യെസ്, ഞാൻ എങ്ങനെ ആക്ഷൻ എടുക്കുക, ഇമ്പ്രൂവ് ചെയ്യും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ അത് വിത്ത് സെൽഫ് അക്സെപ്റ്റൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്യാതിരിക്കാനുള്ളതല്ല. അവിടെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തിങ്കിങ് ആണ്. യെസ്, ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നെർവസ് ആവും. ദാറ്റ്സ് ഓക്കെ. ഐ ആം ലേണിംഗ്. ഞാനല്ലേ പഠിക്കണേ. യെസ്, നിങ്ങൾ ഒരു 10 വട്ടം സംസാരിച്ച് നോക്കുക. ആദ്യത്തെ പ്രാവശ്യം കൈ വിറയ്ക്കുമായിരിക്കും, മൈക്ക് പിടിക്കുമ്പോൾ പ്രശ്നമായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തൊന്ന് നിങ്ങൾ സ്റ്റേജിൽ തന്നെ കയറി പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ടെന്നേ. നിങ്ങൾ പോയി നിങ്ങൾ റൂമിൽ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നേ. നിങ്ങൾ പ്രാക്ടീസ് നോക്കരുത്. നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അത് നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ആരും ഇല്ലാതെ കഥ അടച്ചിട്ട് നിങ്ങൾ 10 വട്ടം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങൾ പറയേണ്ട പ്രസംഗം ഒന്ന് 10 വട്ടം പറഞ്ഞു നോക്ക്. അവിടെ ഡിഫറൻസ് ഉണ്ടാവുന്നേ. മനസ്സിലായോ? അപ്പൊ ആ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെന്റർ ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും അവര് നമ്മളെ എൻകറേജ് ചെയ്യത്തേ ഉള്ളൂ. യെസ്, നീ നന്നായിട്ട് സംസാരിച്ചു, ഇന്നലത്തേക്ക് സംസാരിച്ചു, നീ ഇത്രയും ബെറ്റർ ആയി എന്ന് പറഞ്ഞ് അവർ ഇംപ്രൂവ് ചെയ്യത്തേ ഉള്ളൂ. ഒരാളും അത് പിന്നെ ഒരിക്കലും അങ്ങനെ ഒരാൾ അങ്ങനെ പറയുവാണെങ്കിൽ അവർ അപ്പോഴേ നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക. നമ്മളെ വളർത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വാക്ക് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, അത് നമുക്ക് പ്രശ്നമാണെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ റിലേഷൻഷിപ്പ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല ആക്ച്വലി. നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ പറയുള്ളൂ. പ്രാക്ടീസ് ചെയ്യുക, മെന്റലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റോപ്പ് പറയേണ്ടടുത്ത് സ്റ്റോപ്പ് പറഞ്ഞിട്ട് യെസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കമാൻഡ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഐ കൺ ഡു ദിസ് എന്നതിന് പകരം നമുക്ക് പറയാം ഐ വിൽ ഫിഗർ ദിസ് ഔട്ട്. ഞാനിത് കണ്ടുപിടിക്കും. അതായിരിക്കണം ചലഞ്ച്. യെസ്, എന്റെ ബിസിനസ്സിൽ ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് സൊല്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ഞാനല്ലെങ്കിൽ അത് ഫിഗർ ഔട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ തോട്ട്സ്. യെസ്, അണ്ടർസ്റ്റുഡ്. സോ ഈ മിറർ പ്രാക്ടീസ് നിങ്ങൾക്ക് എവറി ഡേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പവർ വരുന്നതായിട്ട് ഫീൽ ചെയ്യും. യെസ്, എനിക്കത് ചെയ്യാൻ പറ്റും. യെസ്, ഞാൻ അത് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അതിനൊരു വേ കണ്ടെത്തും. അതായിരിക്കണം നമ്മുടെ തോട്ട് പ്രോസസ്. യെസ്, നമ്മളെ അംഗീകരിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക. യെസ്, അത് നമ്മൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ വൈബ്രേഷൻ ലെവലിൽ അവർ നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അണ്ടർസ്റ്റുഡ്? യെസ്. കുറെ ലൈഫില് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. വളരെ 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 അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതായത് നമ്മള് റിയലൈസ് ചെയ്തിട്ടില്ല നമ്മൾ എങ്ങനെയാ പോകുന്നത് ആരും ഇതുവരെ അനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. ലൈക്ക് ഞാൻ എന്റെ കാര്യത്തില് പറയുമ്പോ എന്റെ കാര്യം ഞാൻ തീരെ അനലൈസ് ചെയ്യാറില്ലായിരുന്നു. ഞാനിങ്ങനെ ഫ്ലോയിൽ അങ്ങനെ പോവായിരുന്നു. ആക്ച്വലി ഓരോരോ ബ്ലോക്ക് വരുമ്പോ ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതൊന്നും ചിന്തിക്കാറില്ല. അതങ്ങനെ അങ്ങോട്ട് പോവാറാണ്. പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങള് ഞാൻ ഈ പെർഫെക്ഷനിസ്റ്റ് ആണ് ആദ്യമൊക്കെ, ഇപ്പൊ അല്ല. ആ ഒരു പെർഫെക്ഷനിസം എന്നെ വല്ലാണ്ട് പ്രോക്രാസ്റ്റിനേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് കാരണം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ആ ഒരു ഡേറ്റ് കാത്തിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. സോ ഇപ്പോ ഈ ഒരു പ്രാക്ടീസ് സെഷൻ, ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യാം.